الله لا إله إلا هو الحي القيوم لا تأخذه سنة من ذا الذي يشفع عنده إلا بإذنه ويعلم ما بين أيديهم وما خلفهم شيء من العلم إلا ما شاء ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു വന്നത് മഹാനായ അഹ്മദുൽ ബദവി തങ്ങൾ ഈ അബ്ദുൽ അലി എന്ന കുട്ടി ഷെയ്ഖ് വിളിച്ചപ്പോ ഉമ്മയോട് പോയി സമ്മതം ചോദിക്കുമ്പോ ഉമ്മ സമ്മതിക്കുന്നില്ല. അപ്പൊ മഹാനവർ നേരെ ഉമ്മാന്റെ അടുത്ത് പോയി പറയുകയാണ്, ഇന്നഹു വലദി മിൻ യൗമി ഖർനി സൗർ, നിങ്ങളെ കുട്ടി ഈ മോന് മുലപ്പാല് കുടിക്കുന്ന സമയത്ത് ഒരു പശു ഈ കുട്ടിയെ തന്റെ കൊമ്പ് കൊണ്ട് കുത്തിയിട്ട് ആ കൊമ്പിൽ കുടുങ്ങിയപ്പോ ഒരാളെ കൊണ്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലേ, ആ സമയത്ത് ഞാനാണ് രക്ഷപ്പെടുത്തിയത്. മഹാന്മാർ പറയുകയാണ്, ഫമദ്ദ സയ്യിദി അഹ്മദുൽ ബദവി വഹുവ ബിൽ ഇറാഖ് യദഹു വഹുവ ബിൽ ഇറാഖ്. മഹാനവറുകൾ ഏകദേശം 250ഓളം കിലോമീറ്റർ ദൂരെയുള്ള ഇറാഖിലാണുള്ളത്. തൊന്ത എന്ന സ്ഥലത്തിലേക്ക്, ആ നാട്ടിലേക്ക്, ആ രാജ്യത്തിലേക്ക് തന്നെ എത്തിയിട്ടില്ല. അവിടെയുള്ള ഒരു ചെറിയ കുടിലിനുള്ളിൽ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ ഒരു പശു അഥവാ ഒരു കാള വന്ന് തന്റെ കൊമ്പ് കൊണ്ട് കുത്തിയപ്പോ നാട്ടുകാർക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ ഇങ്ങകലെ ഇറാഖിൽ നിന്ന് കൈനീട്ടിക്കൊണ്ട് മഹാനവർ രക്ഷപ്പെടുത്തി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. മഹാന്മാരുടെ കഴിവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു, കുന്തു സംഅഹുല്ലദീ യുബ്സിറു ബിഹി വബസറഹുല്ലദീ കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി. അവരുടെ കേൾക്കുന്ന കാതും അവർ കാണുന്ന കണ്ണും അവർ പിടിക്കുന്ന കൈയും ഞാനായി തീരുമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ഈ നാട്ടിൽ നിന്നും എത്ര ദൂരത്തു നിന്നും ചെയ്യാൻ കഴിയുമെന്നാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, പറഞ്ഞാൽ വളരെ നീണ്ടുപോകും. അതുപോലെ തന്നെ മഹാനവരോട് ഒരാള് ചോദിച്ചത്രേ, ഇയാളെ കൂടെ കൂടിയ ഒരു ഷെയ്ഖാണ്, ഒരു മഹാനാണ്, ഒരു ആലിമാണ്, വലിയ ആലിമാണ്. അയാള് ചോദിച്ചത്, നിങ്ങൾ എന്ത് നിസ്കരിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഒരു തട്ട് കൊടുത്തു. കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ ഒന്ന് തട്ടിയപ്പോ അയാൾ ഏതോ ഒരു കാട്ടിൽ പോയി വീണു. ഈ വലിയ ആലിമ് നോക്കുമ്പോ അവിടെ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം ഉണ്ട്. അയാൾ ചോദിച്ചു, എന്താണ് സംഭവം? നിസ്കരിക്കാൻ സമയമായി, ഇപ്പോൾ ഇവിടെ മഹാനായ അഹ്മദുൽ ബദവി നിസ്കരിക്കാൻ വരുന്നു, നിങ്ങൾ അയാളെ കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇയാളെ അവിടെ നാട്ടിൽ നിന്ന് തട്ടിയതാരാണ്? എന്തേ നിങ്ങൾ നിസ്കരിക്കുന്നില്ല എന്ന് ആ മഹാനായ അഹ്മദുൽ ബദവി തങ്ങളോട് ചോദിച്ചപ്പോ അങ്ങ് തട്ടിയതാണ്. കാട്ടിൽ പോയി വീണപ്പോ, എത്രയോ അകലെ കാട്ടിൽ, ഏതോ ഒരു കാട്ടിൽ പോയി വീണപ്പോ അവിടെ ഖിളർ നബി അലൈഹിസ്സലാം പറയുന്നു, ഇപ്പോൾ അഹ്മദുൽ ബദവിയോട് നിസ്കരിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾ അയാളെ കൂടെ പോയിക്കോളൂ. എന്തൊരു മഹത്വമാണ് നോക്കൂ നിങ്ങൾ, എന്തൊരു കറാമത്താണ്. അങ്ങനെ മറ്റൊരിക്കൽ ഒരു പള്ളിയിലേക്ക് അഥവാ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു വലിയ ആലിമിനെ മുദരിസായി കൊണ്ടുവന്നു. അവിടെ നോക്കുമ്പോ വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ വാങ്ക് കൊടുത്തു. അതിനുശേഷം സലാത്ത് ചൊല്ലി, അതിന്റെ ശേഷം അസ്സലാത്തു അസ്സലാമു അലൈക യാ അഹ്മദൽ ബദവി എന്നൊരു സലാം പറഞ്ഞപ്പോ ഇയാൾക്കത് പിടിച്ചില്ല. ഈ വലിയ ആലിമിന്, വലിയ മുദരിസിന്, വലിയ ഖാദിൽ ഖുലാത്ത് എന്നാണ് അറിയപ്പെടുന്നത്, അയാൾക്കത് പിടിച്ചില്ല. അയാള് അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അദ്ദേഹത്തെ തഅ്ദീർ ചെയ്തു. സുബ്ഹാനല്ലാഹ്, മുദരിസായി വന്ന ആള് രാവിലെ നിസ്കരിക്കാൻ വേണ്ടി മിഹ്റാബിലേക്ക് പോകുമ്പോ ബിസ്മി ചൊല്ലാൻ കിട്ടുന്നില്ല, തക്ബീർ ചൊല്ലാൻ കിട്ടുന്നില്ല, എല്ലാം ഇൽമു ഊരിപ്പോയിട്ടുണ്ട്, സീറോ ആയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള എല്ലാവരോടും ആവലാതി പറഞ്ഞു, ഒരു രക്ഷയുമില്ല. അവസാനം യാഖൂത്തുൽ അർശി എന്ന് പറയുന്ന മഹാന്റെ അടുത്ത് പോയി വേവലാതി പറഞ്ഞപ്പോ, യാഖൂത്തുൽ അർശി എന്ന് പറഞ്ഞാൽ
അർശ് നോക്കിക്കൊണ്ട് ഇൽമു ചൊല്ലിക്കൊടുക്കുന്ന, അഥവാ അർശിൽ മലായിക്കത്തിന്റെ ബാങ്ക് കേട്ടുകൊണ്ട് ഇവിടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തിരുന്ന മഹാനായിരുന്നു. ആ യാഖൂത്തുൽ അർശി തങ്ങള് ഇയാളെ കൂട്ടി നേരെ അഹ്മദുൽ ബദവിയുടെ മഖാമിലേക്ക് പോയി. ആ മഖബറയിൽ പോയി അവിടെ നിർത്തി മഹാനവരോട് വേവലാതി പറഞ്ഞപ്പോ അവസാനം ചരിത്രം പറയുകയാണ്, നബിതങ്ങളും സ്വഹാബത്തും വന്ന് എല്ലാവരും കൂടി വന്ന് അഹ്മദുൽ ബദവിയോട് പറഞ്ഞപ്പോഴാണ് ഒരു ഷർത്തോടുകൂടെ അങ്ങ് മാപ്പ് കൊടുക്കുന്നത്. തൗബ ചെയ്യണമെന്ന ഷർത്തോടുകൂടെ മാപ്പ് ചെയ്തു കൊടുത്തു. പിന്നീട് അതാ ഇൽമു അല്ലാഹു തആല മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നാം മഹാന്മാരെ പിടിച്ചാൽ ഏതും പേടിക്കേണ്ടതില്ല. എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവാലെന്നവർ എന്ന് മഹാന്മാർ പറഞ്ഞത് നമുക്ക് കണ്ടവരാണ്, കേട്ടവരാണ്. അതുകൊണ്ട് ഖുത്ബുൽ അഖ്താബ് അഥവാ 4 അഖ്താബിങ്ങളിൽപ്പെട്ട മഹാനാണ് ഇമാം അഹ്മദുൽ ബദവി തങ്ങൾ. വലിയ കറാമത്തിന്റെ ഉടമയാണ്. നമ്മുടെ പള്ളി മഹാനവരുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്. ഇവിടെ എന്ത് പരിപാടി നടക്കുന്നുണ്ടോ, ഞാൻ മദ്രസ തുടങ്ങിയപ്പോ മഹാനവരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതി കൊണ്ടാണ് തുടങ്ങിയത്. എല്ലാ വെള്ളിയാഴ്ചയും മഹാന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ഇവിടെ ദുആ ചെയ്യും ജുമാക്ക് ശേഷം. അല്ലാഹു തആല ബറക്കത്ത് നേടി തരുമാറാവട്ടെ. അങ്ങനെയുള്ള മഹാന്മാരുടെ മദദ് നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ പള്ളികൾ, നമ്മുടെ വീട്, കുടുംബങ്ങളൊക്കെ അല്ലാഹു തആല ഏറ്റിത്തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്ലിസ് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അല്ലാഹു തആല ഇത് ഉയർത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉസ്താദ് ഉണർത്തുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് ഏതെങ്കിലും 4 വയസ്സന്മാർക്കോ അല്ലെങ്കിൽ 4 മദ്രസയുടെ കുട്ടികൾക്കോ മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ആ മജ്ലിസിൽ മാസം തോറും നടക്കുന്ന മജ്ലിസിൽ എല്ലാവരും എത്താൻ വേണ്ടി ഈ മജ്ലിസ് തന്നെ, ഈ വാർഷിക മജ്ലിസ് തന്നെ 10ാം വാർഷിക മജ്ലിസാണിത്. ഇതിൽ തന്നെ നിയ്യത്ത് ചെയ്യുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണം വരെ ഞാൻ എന്റെ പള്ളിയിൽ നടക്കുന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ഞാൻ എത്തുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങളെ എത്തിക്കും, അതിൽ സംശയമില്ല. നിയ്യത്തുൽ മുഅ്മിൻ, ആ നിയ്യത്ത് നോക്കിക്കൊണ്ടാണ് അല്ലാഹു തആല അവനക്ക് അവന്റെ ഓരോ കാര്യങ്ങൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമർ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പരിപാടികളെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി സഹകരിച്ച ആരൊക്കെയുണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ ബന്ധപ്പെടുന്ന സർവരുടെയും സർവ്വദോഷങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി രോഗങ്ങളെ മാറ്റിത്തന്ന് ദീർഘായുസ്സും ആഫിയത്തും താത്തിലായി അല്ലാഹു ഏറ്റിത്തരുമാറാവട്ടെ. ഇന്നലെ അല്ല മിഞ്ഞനാള് ഉമ്മയും വാപ്പയും 2 മക്കളും ഒരേ ചെറ്റക്കുടിൽ കിടന്നുറങ്ങിയവർ, നാളെ അല്ല മറ്റന്നാള് ഞായറാഴ്ച എൻഗേജ്മെന്റ് നടക്കേണ്ട ഒരു പെങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ വാപ്പ രാവിലെ നേരത്തെ പണിക്ക് പോകാൻ വേണ്ടി കരുതിയവരായിരുന്നു. ആ ഉമ്മ പോകുന്ന വാപ്പാക്ക് നേരത്തെ എണിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അരി നനച്ചിരുന്നു. അതേ സമയത്ത് രാവിലെയാവുമ്പോ അല്ലാഹുവിന്റെ ഖളാ എന്ന് പറയാം, ആ കുടുംബം തന്നെ മരണപ്പെട്ട് ഇന്നതാ വാട്സാപ്പിലൊക്കെ കണ്ടു. ഒറ്റ ഖബർ കുഴിച്ച് 4 തായ് ഖബർ അതിൽ കെട്ടി ആ ഖബറിലതാ ഇന്ന് ആ കുടുംബം കിടക്കുകയാണ്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു ശുഹദാക്കളിൽ പെടുത്തുമാറാവട്ടെ. ഒരു രോഗമുണ്ടായവരല്ല. അദ്ദേഹത്തെ കുറിച്ച് കേട്ടപ്പോ നല്ലൊരു സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറിയ ഒരാളായിരുന്നു എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അല്ലാഹു തആല കുടുംബത്തിന് പൊറുത്തു കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തെ അല്ലാഹു സ്വർഗ്ഗത്തിലെത്തിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പള്ളി പരിസരത്ത് മരിച്ചു കിടക്കുന്ന, നമ്മുടെ പഴയ പള്ളി പരിസരത്ത് മരിച്ചു കിടക്കുന്ന എല്ലാ നമ്മുടെ കുടുംബാംഗങ്ങളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ എല്ലാവരെയും അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. മഴ അല്പം ശക്തിയായി ഇന്നും നാളെയൊക്കെ സ്കൂൾ കോളേജുകളിലൊക്കെ റജ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ മക്കളെ നാം വളരെ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്നുള്ള തിരുവചനം കൊണ്ട് ഈ വിശുദ്ധമായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.